ഹൈ ഫ്രണ്ട്സ്, ഈ ആഴ്ചത്തെ മാർക്കറ്റ് നമുക്കൊന്ന് പ്രൈസ് ആക്ഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. നമ്മുടെ മുമ്പിൽ കാണുന്ന നിഫ്റ്റിയുടെ ചാർട്ടാണ്. സോ ഈ ചാർട്ട് നമ്മൾ സിമ്പിളായിട്ട് നോക്കാൻ നേരത്തെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നിഫ്റ്റി വാസ് ഇൻ എ ട്രെൻഡ്. നമുക്ക് ആ ട്രെൻഡ് കാണാൻ സാധിക്കും. ഇറ്റ് വാസ് ഇൻ എ ട്രെൻഡ്. ഇറ്റ് ക്രിയേറ്റ് എ ഹൈ, ഇറ്റ് ക്രിയേറ്റ് എ ലോ, ഇറ്റ് ക്രിയേറ്റ് എ ഹയർ ലോ ആൻഡ് ലോവർ ഹൈ. ദിസ് വാസ് എ പോയിന്റ് ഓഫ് കൺസേൺ. ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് എന്താ സംഭവിച്ചേ? നിഫ്റ്റി ലോവർ ലോയിലേക്ക് പോയി. ശരിയല്ലേ? നിഫ്റ്റിയിൽ എന്താ സംഭവിച്ചേ? നിഫ്റ്റി ഹൈ ക്രിയേറ്റ് ചെയ്തു, ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് ലോവർ ലോയിലേക്ക് ട്രെൻഡ് ടോട്ടലി ഷിഫ്റ്റ് ചെയ്തു. ഇനി ഈ ക്യാൻഡിൽസ് നോക്കിയാലോ. ഈ ക്യാൻഡിൽ വീക്കാണ്. ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിൽ വളരെ വീക്കായിട്ടുള്ള ക്യാൻഡിലായിരുന്നു. ഈ ക്യാൻഡിലാണ് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിൽ. ആൻഡ് ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിൽ എന്ന് പറയുന്നത് സംതിങ് ഷൂട്ടിംഗ് സ്റ്റാർ ആണ്. ശരിക്കും ആ ലോയുടെ താഴെയാണ് ഇന്നലത്തെ ക്ലോസിംഗ് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ലെവൽ മുതലുള്ള ഈ ഒരു സെക്ടറിന്റെ പിവറ്റ് ലോ എന്ന് പറയുന്നത് ശരിക്കും ഇത് ഇവിടെ വരുന്നത്. ഇതാണ് പിവറ്റ് ലോ സോൺ ആണ് വരുന്നത്. ആ പിവറ്റ് ലോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 11,137.70, 18,317.70. അതാണ് ഹോൾ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്ത ലെവല്. ഇന്ന് സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് മുതൽ ഡിസംബർ ഫസ്റ്റ് വീക്ക് അല്ല സെക്കൻഡ് വീക്ക് വരെയുള്ള ട്രെൻഡിന്റെ പിവറ്റ് ലോ എന്ന് പറയുന്ന സംഗതി ഇതാണ് 18,137. ഒരുപക്ഷെ ഒരു സ്ട്രോങ് സപ്പോർട്ട് കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉറപ്പൊന്നുമില്ല. 18,137 കൂടെ കട്ട് ചെയ്ത് ക്ലോസ് ചെയ്ത് താഴെ പോവുകയാണെങ്കിൽ ദാറ്റ്സ് എ വെരി സീരിയസ് എന്താ പറയണ്ടേ ഒരു കൺസേൺ തന്നെയാണ്. നമുക്കൊരു ഫിബ് ലെവൽ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഫിബ് നമ്മൾ എടുക്കാൻ നേരത്തെ ഈ ലെവലിൽ നിന്ന് എടുത്തിട്ട് ഫിബ് നമ്മൾ ഈ ലെവൽ വരെ നമുക്ക് കൊണ്ടുപോകാം. സോ 0.236 നിഫ്റ്റി താഴെ വീണ് 0.382 ഒരു സപ്പോർട്ട് കൊടുക്കാൻ സാധ്യതയുണ്ട്. ശരിക്കും 0.382 നിഫ്റ്റി ക്യാൻ ടേക്ക് എ സപ്പോർട്ട്. ആക്ച്വലി ആ 0.382 എന്ന് പറഞ്ഞ സംഗതി നമ്മൾ പറഞ്ഞ പിവറ്റ് ലോയെക്കാട്ടിലും താഴെയാണ്. ഇതാണ് പിവറ്റ് ലോ, അതിനേക്കാളും താഴെയാണ്. സോ അടുത്തടുത്ത് രണ്ട് സപ്പോർട്ട് പോയിന്റ്സ് ഉണ്ടെന്നുള്ളത്, രണ്ട് സപ്പോർട്ട് സോൺസ് ഉണ്ടെന്നുള്ളത് ഒരു എന്താ പറയണ്ട ഒരു ആശ്വാസമായിട്ടുള്ള സംഗതിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇനി നമുക്ക് അതിന്റെ വോളിയം കൂടെ നമുക്ക് അനലൈസ് ചെയ്യാം. ഇതാണ് വോളിയം ക്യാൻഡിൽ. സോ ഇന്നലത്തെ വോളിയം ക്യാൻഡിൽ വാസ് വെരി സ്ട്രോങ്. സെല്ലിംഗ് വാസ് ഹ്യൂജ്ലി ഹാപ്പൻഡ് ഇന്നലെ ശരിക്കും നിഫ്റ്റിക്കകത്ത്. ശരിയല്ലേ? ഇന്നലത്തെ ക്യാൻഡിൽ ഷൂട്ടിംഗ് സ്റ്റാർ ആയിരുന്നു. അത് ഇമ്മീഡിയറ്റ് ലോയെ കട്ട് ചെയ്ത് താഴെ പോയി ക്ലോസ് ചെയ്തു. ക്ലോസിംഗ് വന്നിരിക്കുന്നതും ടുവേർഡ്സ് ലോ എൻഡ് ആണ് ശരിക്കും. അതും വലിയൊരു കൺസേൺ ആണ്, ടുവേർഡ്സ് ലോ ക്ലോസ് ചെയ്യാന്ന് പറയുന്നത് വിത്ത് ഹ്യൂജ് വോളിയം. ഇനി EM അനലൈസ് ചെയ്ത് നോക്കാം. മൂവിംഗ് ആവറേജ് അനലൈസ് ചെയ്ത് നോക്കാൻ നേരത്ത് നമുക്ക് കാണാൻ സാധിക്കും മിനിങ്ങാതെ തന്നെ EMA 20 താഴെ പോയി ട്രെൻഡ് വീക്കാകാൻ തുടങ്ങി. ആ ട്രെൻഡ് നിഫ്റ്റി EMA 50 വന്ന് ക്ലോസ് ചെയ്യുവാണ് ശരിക്കും. ഒന്ന് ടച്ച് ചെയ്യാം, അതിന്റെ താഴെ പോകാം, അവിടെ സപ്പോർട്ട് എടുക്കാം, അറിയില്ല എങ്ങനെയാണ് സംഭവിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ ക്യാൻഡിലിനോട് ചേർന്ന് ഈ സപ്പോർട്ട് ക്യാൻഡിൽസിനോട് ചേർന്ന് there is a EMA support, there is a Fibonacci support and there is a double bottom support. 3 സപ്പോർട്ട്സ് അത് ഒരേപോലെ സ്ട്രോങ് ആയിട്ട് ആ ഭാഗത്ത് കിടപ്പുണ്ട്. അറൌണ്ട് 18,137 അവിടെ നിന്ന് ±100 പോയിന്റ്സിൽ ഒരു സ്ട്രോങ് സപ്പോർട്ട്സ് കിടപ്പുണ്ട്. ദാറ്റ്സ് ദ ഫസ്റ്റ് പോയിന്റ്. നമുക്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻഡെക്സ് ഒന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. നമ്മൾ ഓപ്ഷൻ ചെയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓപ്ഷൻ ചെയിൻ നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റിയിലെ കോൾ സൈഡിൽ എന്തുമാത്രം റൈറ്റിംഗ് നടന്നിട്ടുള്ളതിന്റെ ഡീറ്റെയിൽ ആണ് നോക്കേണ്ടത്. ഹയസ്റ്റ് റൈറ്റിംഗ് നടന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് 1.50 ലാക്സ് കിട്ടി. അതിന്റെ താഴെ 1.13 ഉണ്ട്, 1.29 ഉണ്ട്, 1.68 ഉണ്ട്. ഇവിടെ 1.68 ലാക്സ് ആണ്. തൊട്ട് താഴെ 1.45 ഉണ്ട്. സോ 1.44 ഉണ്ട്. യെസ്, ദാറ്റ്സ് എ ഹയസ്റ്റ് ആക്ച്വലി. സോ 1,68,093 കോൺട്രാക്ട്സ് ആണ് ഓപ്പൺ ആയി കിടക്കുന്നത്. അതിൻ്റെ അകത്ത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 46,274 കോൾസ് ആഡ് ചെയ്തിട്ടുള്ളതാണ്. അത് വന്നിരിക്കുന്നത് 18,600 ദാറ്റ് മീൻസ് 18,600 എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ സ്ട്രോങ് റെസിസ്റ്റൻസ് സോൺ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ടോട്ടൽ കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് ഇവിടെ നോക്ക് നിങ്ങൾ
1913680 19,13,650 ഓപ്പൺ കോൺട്രാക്ട്സ് ആണ് നിഫ്റ്റിയെ കുറിച്ച് എന്താ പറയുക ഡിസംബർ 22 അടുത്ത ആഴ്ചത്തെ ക്ലോസിംഗുമായിട്ട് ബന്ധപ്പെട്ട് നെക്സ്റ്റ് വീക്ക് എക്സ്പയറുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പൺ ആയി കിടക്കുന്ന ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിൽ ദാറ്റ് മീൻസ് 18,600 എന്ന് പറയുന്ന സ്ട്രോങ്സ്റ്റ് റെസിസ്റ്റൻസ് സോണിൽ കിടക്കുവാണ് നിഫ്റ്റി. 18,600 ക്രോസ് ചെയ്യണമെങ്കിൽ കുറെ പാടുപെടേണ്ടി വരും ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേറ്റ വെച്ച്. ഇനി പുട്ട് സൈഡ് നോക്കാം. നമുക്ക് പുട്ട് സൈഡാണ് നമുക്ക് നമ്മുടെ സപ്പോർട്ട് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ. പുട്ട് സൈഡിൽ ഏറ്റവും കൂടുതൽ OE വന്നിരിക്കുന്നത് ഇറ്റ് ഈസ് ഓൺ 1,09,000 1,09,000 പ്ലസ് ആണ് ഇത് 18,000. പുട്ട് സൈഡിൽ 18,000 ആണ് ഏറ്റവും സ്ട്രോങ് സപ്പോർട്ടായിട്ട് കാണിക്കുന്നത് ശരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അനാലിസിസ് ഉണ്ടല്ലോ 18,133 പ്ലസ് ഓർ മൈനസ് 100 ഏറ്റവും കൂടുതൽ ഡബിൾ ബോട്ടം സപ്പോർട്ട് ഉണ്ട്, ഫിബോനിച്ചി സപ്പോർട്ട് കിടപ്പുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ശരിക്കും. അതും ഈ പുട്ട് സൈഡിലെ സപ്പോർട്ട് കൂടെ നോക്കാൻ നേരത്ത് ആ സോൺ വളരെ സ്ട്രോങ് സപ്പോർട്ട് സോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ തന്നെയാണ് EMA 15 കൂടെ അതിന്റെ പോയിന്റ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. സോ 18,000 പ്ലസ് ഓർ മൈനസ് 100 points will remain as a very strong support. ഇനി ക്രിട്ടിക്കൽ ഫാക്ടർ ഉണ്ട് PCR എന്ന് പറയും, പുട്ട് കോൾ റേഷ്യോ. പുട്ടിന്റെ ടോട്ടൽ വന്നിരിക്കുന്നത് 10 ലക്ഷമാണ്, 10,55,000 ആണ്. കോളിന്റെ ടോട്ടൽ വന്നിരിക്കുന്നത് 19.13 ആണ്. PCR എന്ന് പറയുന്നത് പുട്ട് ബൈ കോൾ. സോ 10.55 by 19.13 0.55 ആണ്. PCR വാല്യൂ എന്ന് പറയുന്നത് 0.55 ആണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, PCR വാല്യൂ 0.8 മുതൽ 1.2 വരെ വന്നാൽ മാർക്കറ്റ് സൈഡ് വേസ് ആണ്. 1.2 മുകളിലാണെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ് സെന്റിമെന്റ് ആണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. 0.8 താഴെയാണെങ്കിൽ മാർക്കറ്റിൽ ബെയറിഷ് സെന്റിമെന്റ് സ്ട്രോങ് ആണെന്നാണ് അതിന്റെ അർത്ഥം. സോ 0.55 കാണിക്കുന്നത് ബെയറിഷ് സെന്റിമെന്റ് ഈസ് ഹ്യൂജ്ലി സ്ട്രോങ് ആണ് ശരിക്കും. അപ്പൊ നമ്മുടെ അനാലിസിസുമായിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് സ്റ്റേറ്റും കൂടെ ക്ലബ് ചെയ്യുമ്പം നമുക്ക് കുറെ കൂടെ സ്ട്രോങ് ആയിട്ടുള്ള വിഷൻ നമുക്ക് കിട്ടും. ഈ വിഷൻ കറക്റ്റ് ആയിട്ട് വരുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ അത് അടുത്ത ആഴ്ച തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ശരിക്കും. മനസ്സിലായോ? നമ്മൾ ജസ്റ്റ് നമ്മുടെ പൊസിഷനിങ് എങ്ങനെ ഉണ്ടെന്നുള്ളതിന്റെ ഒരു ഐഡിയ നമ്മളിപ്പോൾ എടുക്കുക ചെയ്യുന്നത്. നിഫ്റ്റി നമുക്കിനി ഒരു 5 minute അനാലിസിസിലേക്ക് നമുക്ക് മാറ്റിയാലോ? ദിസ് ഇസ് 5 minute അനാലിസിസ്. തൽക്കാലം വോളിയം നമുക്ക് ഓഫ് ചെയ്യാം. സോ ഇതാണ് ഇന്നലത്തെ ക്യാൻഡിൽ, ശരിയല്ലേ? ഇന്നലത്തെ ക്യാൻഡിൽ അതാണ്. നമ്മൾ നിഫ്റ്റിയെ നോക്കാൻ നേരത്ത് 5 minute അനാലിസിസിൽ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി മേക്കിംഗ് ലോവർ ഹൈ ലോവർ ഹോൾ ലോവർ ലോ. കണ്ടിന്യൂസ് ആയിട്ട് ട്രെൻഡ് താഴെ വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും. സോ ഇന്നലത്തെ ക്യാൻഡിൽ ശരിക്കും ഗ്യാപ് ഡൗൺ ആയിരുന്നു. ഗ്യാപ് ഡൗണിൽ നിന്നും നിഫ്റ്റി ഒന്ന് മുകളിലേക്ക് പുഷ് ചെയ്യാൻ നിഫ്റ്റി ശ്രമിച്ചു. പക്ഷെ പുഷിംഗ് ഒന്നും വലുതായിട്ടൊന്നും നടന്നില്ല. എന്താ പറയണ്ടേ, ആ റേഞ്ച് കഴിഞ്ഞിട്ട് 15 minutes ഓപ്പറേറ്റ് റേഞ്ച് ഔട്ട് കഴിഞ്ഞിട്ടില്ല. ആ റേഞ്ച് ഔട്ടിൽ മൂന്നാമത്തെ ക്യാൻഡിൽ വീക്കായി തുടങ്ങി. നാലാമത്തെ ക്യാൻഡിലെ റിസർവ് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ക്യാൻഡിൽ വാസ് വെരി സ്ട്രോങ്. നാലാമത്തെ ക്യാൻഡിൽ ഇതുണ്ട്, ഈ ക്യാൻഡിൽ സ്ട്രോങ് ആണ്. ദിസ് ക്യാൻഡിൽ വാസ് വെരി സ്ട്രോങ്. അതിന്റെ വോളിയം ഉണ്ടോ നോക്കട്ടെ. ഇന്നത്തെ രസം കണ്ട ഫസ്റ്റ് ക്യാൻഡിൽ വോളിയം ഉണ്ട്, സെക്കൻഡ് ക്യാൻഡിൽ വോളിയം കുറഞ്ഞു, തേർഡ് ക്യാൻഡിൽ വോളിയം കുറഞ്ഞു, ഫോർത്ത് ക്യാൻഡിൽ വീണ്ടും വോളിയം കുറഞ്ഞു. ബയർ സെന്റിമെന്റ് വീക്കാണെന്നതാണ് കാണിക്കുന്നത്. രാവിലെ ബയർ സെന്റിമെന്റ് ഉണ്ടായിരുന്നു. ആ ഒരു പീരീഡ് നെക്സ്റ്റ് 15-20 minutes സെന്റിമെന്റ് ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക്കലി കെയിം ഡൗൺ. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, തൽക്കാലം വോളിയം ഓഫ് ചെയ്യാം. ഈ ക്യാൻഡിൽ ക്ലോസിംഗ് സ്ട്രോങ് ആയിരുന്നു, വോളിയം വീക്ക് ആയിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? നെക്സ്റ്റ് ക്യാൻഡിലെ സെല്ലേഴ്സ് ഡോമിനേറ്റ് ചെയ്തു, സ്ട്രോങ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്ത് ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലില് നിഫ്റ്റിയെ വീണ്ടും താത്തി. അതുകൊണ്ട് തന്നെ ഈ സോൺ അവിടെ നിന്നാണ് ഹിറ്റ് ചെയ്ത് താഴത്തേക്ക് കൊണ്ടുവന്നത്. ആ സോൺ will act as a support or resistance for yesterday's case or for tomorrow's case. ഈ സോൺ സപ്പോസ് നിഫ്റ്റി മേലേക്ക് പോവുകയാണെങ്കിൽ അത് ഈ സോണിന് ഒരു ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും. അല്ല സപ്പോസ് താഴത്തേക്ക് പോവുകയാണെങ്കിൽ അതിനൊരു സപ്ലൈ സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും. ഡബിൾ ആക്ടിങ് ആണ് ശരിക്കും. മനസ്സിലായല്ലോ പറഞ്ഞത്? ഈ ക്യാൻഡിലില് സ്ട്രോങ് ക്യാൻഡിലില് ബുളിഷ് ക്യാൻഡിലില് ബെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് സെല്ലേഴ്സിന് ഡോമിനേറ്റ് ചെയ്യാൻ സാധിച്ചാൽ തൽക്കാലമുള്ള കയറ്റം ഇവിടം വരയ്ക്കേ ഉള്ളൂ. അതിന്റെ സോണാണ് ഞാൻ നോട്ട് ചെയ്തത്.
ആ സോൺ ക്രോസ് ചെയ്ത് നിഫ്റ്റിക്ക് മേളിൽ പോകാൻ സാധിച്ചാൽ ഈ സോണിൽ ഒരു ഡിമാൻഡ് സോൺ ആയിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും. അല്ല, താഴത്തേക്ക് പോകണമെങ്കിൽ ഈ സോണിലൊരു സപ്ലൈ സോൺ ആയിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ പറഞ്ഞത്? സോ അതിനുശേഷം എന്താ സംഭവിച്ചേ? നേരെ അവിടുന്ന് ഇതെല്ലാം കളയട്ടെ. അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ സോൺ ക്രോസ് ചെയ്ത് നിഫ്റ്റി താഴത്തേക്ക് വന്നു. നിഫ്റ്റി ഒരു ടെമ്പററി പുൾ ബാക്ക് കൊടുക്കാൻ നോക്കി, പക്ഷെ സോൺ ക്രിയേഷൻ നടന്നില്ല. സോൺ ക്രിയേഷൻ 2 ഗ്രീൻ ക്യാൻഡിൽ വേണം, ഫെയിലായി. വീണ്ടും താഴെ പോയി. വീണ്ടും ഒരു ടെമ്പററി പുൾ ബാക്ക് കൊടുക്കാൻ നോക്കി, പക്ഷെ വീണ്ടും ഫെയിലുകൾ ആയി. ശരിക്കും ഈ ഗ്രീനും റെഡും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കണം. ഈ ഗ്രീൻ്റെ ലോ എന്ന് പറയുന്നത് 18,364.45 ആണ്. ഈ റെഡിന്റെ ലോ എന്ന് പറയുന്നത് 18,366 ആണ്. അപ്പം ഈ റെഡിന്റെ ലോയ്ക്ക് ഈ ഗ്രീനിന്റെ ലോയെ കട്ട് ചെയ്ത് താഴെ പോകാൻ സാധിച്ചില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ ഈ ഗ്രീനിന്റെ ലോ എന്ന് പറയുന്നത് 18,319.90 ആണ്. ഈ റെഡിന്റെ ലോ, ഈ റെഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സെയിം ലെവലിൽ ക്ലോസ് ചെയ്തു. ദാറ്റ് മീൻസ് ബുള്ളൊന്ന് തലമുക്കം നോക്കിയപ്പം ബെയർ അതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്തു. സോ ദിസ് ഈസ് എ നെക്സ്റ്റ് ടെമ്പററി എന്താ പറയണ്ടേ, നമ്മുടെ സപ്പോർട്ട് ഓർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിമാൻഡ് ഓർ സപ്ലൈ സോൺ. ഈ സോൺ രണ്ടാമത്തെ ഡിമാൻഡ് ഓർ സപ്ലൈ സോൺ ആയി. തിരിച്ച് നിഫ്റ്റി താഴെ വന്നു. താഴെ വന്നിട്ട് നിഫ്റ്റി എന്താ സംഭവിച്ചേ? ഈ റെഡ് ക്യാൻഡില്, ഈ ഗ്രീൻ ക്യാൻഡില്, ഇത് സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ, ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ക്യാൻഡിൽ പാറ്റേൺ ആയിട്ട് ഡെവലപ്പ് ചെയ്തു. മോർണിംഗ് സ്റ്റാർ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ നേരത്തെ വരച്ച സോണിന്റെ അത് കയറി ക്രോസ് ചെയ്യാൻ പറ്റിയില്ല. സോണിനെ ക്രോസ് ചെയ്താൽ ടെമ്പററി ബുള്ളിഷ്നെസ് ആണ് ശരിക്കും. അതിനെ ഈ ഒരു പച്ച ക്യാൻഡിലിൽ ക്രോസ് ചെയ്യാൻ നോക്കി, ക്രോസ് ചെയ്യാൻ സാധിച്ചില്ല. ഈ ഗ്രീൻ ക്യാൻഡിലിൽ അത് ക്രോസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വരച്ചിട്ട സോണിന്റെ അകത്തേക്ക്, ഈ സോൺ ഞാൻ പറഞ്ഞല്ലോ, ആ സോൺ ഒരു റെസിസ്റ്റൻസും സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാം. മുകളിൽ പോയാൽ സപ്പോർട്ട് സോണും, താഴെയാണെങ്കിൽ റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസ് സോണിൽ പോയി ഹിറ്റ് ചെയ്തു. ശരിക്കും എത്ര ക്യാൻഡിൽ ഹിറ്റ് ചെയ്തു? 1, 2, 3, 5 ക്യാൻഡിൽ അവിടെ റെസിസ്റ്റൻസ് സപ്ലൈ സ്ട്രോങ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് വീണ്ടും നിഫ്റ്റി താഴത്തേക്ക് പോയി. ഇവിടെ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഈ ലെവലിൽ ഒരു കാര്യം ഓർക്കണം. ഇതാ ഈ 2 ക്യാൻഡിലിന്റെ ഇതാണ്, ഈ ലെവലാണ് ടെമ്പററി ഡബിൾ ബോട്ടം സപ്പോർട്ട് എന്ന സംഗതി. ആ ലെവലിൽ കൂടാണ് വീണ്ടും നിഫ്റ്റി തിരിച്ചു കയറാൻ നോക്കി, സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും സോൺ ആണ് ആക്ട് ചെയ്യുന്നത്, ഒറ്റ ക്യാൻഡിലല്ല ആക്ട് ചെയ്യുന്നത്, സോൺ ആണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ 2 ഗ്രീൻ ക്യാൻഡിൽ ഒരുമിച്ച് വന്നില്ല, ഒറ്റ ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ വീണ്ടും ബേസിന് അതിനെ വീണ്ടും ഹിറ്റ് ചെയ്ത് താഴത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ട് എന്താ സംഭവിച്ചത്? ഈ ഡബിൾ ബോട്ടം എന്ന് പറയുന്ന സംഗതി ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. കണ്ട, 1, 2, 3 എല്ലാം റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ? അവിടെ പോയി ഹിറ്റ് ചെയ്തിട്ട് നിഫ്റ്റി താഴെയാണ് ക്ലോസ് ചെയ്തത് ശരിക്കും. സോ ഈ ഒരു സോണിനെ ക്രോസ് ചെയ്ത് ഇന്നലെ പോയിരുന്നുവെങ്കിൽ ഒരു ട്രെൻഡ് ചേഞ്ച് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ രീതിയിൽ നമുക്കൊന്ന് ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കാമായിരുന്നു. പക്ഷെ ആ ലെവലിലേക്ക് നിഫ്റ്റി പോയില്ല. ഓക്കെ, നമുക്കിനി സെക്ടേഴ്സ് ഇങ്ങനെ പെർഫോം ചെയ്യാൻ നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കാം. ഇത് PSU ബാങ്കിന്റെ സെക്ടറാണ്. നമ്മൾ കണ്ടാണ് PSU ബാങ്ക്സ് ഈസ് കണ്ടിന്യൂസ് ആയിട്ട് ട്രെൻഡ് ചെയ്യുന്നത്. ഈ ലെവലിൽ നിന്നൊക്കെ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫെന്റാസ്റ്റിക് ട്രെൻഡാണ് PSU ബാങ്ക്സ് കൊടുത്തത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, 2 ക്യാൻഡിൽ ഇൻക്ലൂഡിങ് തേർഡ് ക്യാൻഡിൽ, 1, 2, 3 ക്യാൻഡിലും സ്ട്രോങ് ക്യാൻഡിൽസ് ആണ് നടന്നത്. അതുപോലെ ആദ്യത്തെ ഒരു ഡോജിയാണ്. ആ ഡോജി റെസിസ്റ്റൻസിലാണ് കിട്ടിയിരിക്കുന്നത്, മനസ്സിലായോ? സപ്പോർട്ടിലല്ല കിട്ടിയിരിക്കുന്നത്. റെസിസ്റ്റൻസ് കിട്ടുമ്പോഴത്തേക്കും എന്താ പറയണ്ടേ? ഡോജി ഇൻഡിസിഷൻ ക്യാൻഡിലാണ്, കൺഫ്യൂഷൻ ക്യാൻഡിലാണ് ശരിക്കും. അവിടെ ഈ ലെവലൊക്കെ എത്തിയപ്പോഴത്തേക്കും ബയേഴ്സ് കൺഫ്യൂസ്ഡ് ആയി. അപ്പോഴത്തേക്കും സെല്ലർ കൺട്രോൾ ഏറ്റെടുത്തുകൊണ്ട് നെക്സ്റ്റ് സെല്ലർ എന്താ ചെയ്ത? 2 ദിവസ ക്യാൻഡിലും സ്ട്രോങ് ആയിട്ട് സെൽ ഓഫ് നടന്നു. മിനിഞ്ഞാത്തെ ക്യാൻഡിൽ 1.88% താഴെ പോയി. ഇന്നലത്തെ ക്യാൻഡിൽ 2.92% താഴെ പോയി. സോ സംതിങ് അറൌണ്ട് 4.7, 4.8% 2 ദിവസം കൊണ്ട് സെക്ടർ താഴെ പോയി ശരിക്കും. രണ്ടാമത്തെ ക്യാൻഡിൽ താഴെ പോയ മാത്രമല്ല, ഈ ക്യാൻഡിലിന്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത് വന്നിരിക്കുന്നത് ടുവേഴ്സ് ലോയാണ്. ദാറ്റ് മീൻസ് സെന്റിമെന്റ് ഈസ് വീക്കനിങ് ശരിക്കും. ഈ ലെവലിൽ തുടങ്ങിയ ഒരു സെന്റിമെന്റ് വീക്കൻ ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഇത് ശരിക്കും. നിങ്ങൾ ഈ ലെവലിൽ നോക്കിയാൽ കണ്ടിട്ടുണ്ടോ എവിടെങ്കിലും 8 ക്യാൻഡിൽ പുൾ ബാക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. 1, 2, 3, 4 ക്യാൻഡിൽ പുൾ ബാക്ക് വന്നിട്ടില്ല. 4 ക്യാൻഡിൽ വീക്കാണ്. ഇവിടെ വന്ന പുൾ ബാക്ക് ജസ്റ്റ് 3 ക്യാൻഡിലേ ഉള്ളൂ. 3 ക്യാൻഡിൽ, ഒരു ക്യാൻഡിൽ മാത്രമേ ഉള്ളൂ സ്ട്രോങ് എന്ന് പറയാം, ബാക്കി 2 ക്യാൻഡിൽ വീക്കാണ്. ഇവിടെ 4 ക്യാൻഡിൽ പുൾ ബാക്ക് എന്ന് ജസ്റ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്, പുൾ ബാക്ക് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് വെച്ചാൽ സാധാരണ പ്രോഫിറ്റ് ബുക്കിംഗ് അല്ല. പീപ്പിൾ ആർ ഈ ലെവലിലൊക്കെ ഈ ബാങ്കിങ് സ്റ്റോക്സ്, PSU ബാങ്ക് സ്റ്റോക്സ്, സൂപ്പർ ട്രെൻഡിലുള്ള PSU ബാങ്ക് പിടിച്ചിട്ടുള്ള ധാരാളം ആളുകൾ
നിഫ്റ്റിയുടെ ട്രെൻഡ് അനലൈസ് ചെയ്തിട്ട് ഈ ലെവലിലേക്ക് ധാരാളം ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ശരിക്കും. പക്ഷെ ഇതിപ്പോഴും ആ ട്രെൻഡ് മെച്യൂരിറ്റി എന്നോ അല്ലെ ട്രെൻഡ് വീക്കായെന്നൊന്നും പറയാൻ സാധ്യതയില്ല. കാരണം ടെമ്പററി ലെവൽ ഓഫ് ഒരു എന്താ പറയണ്ടേ ഒരു ഹയർ ലോ ക്രിയേഷൻ ഇവിടെയാണ് വന്നിരിക്കുന്നത്. അതിനൊന്നും അത് കട്ട് ചെയ്ത് താഴെ പോയിട്ടില്ല. സ്ട്രെങ്ത് ഇപ്പോഴും സ്ട്രോങ് ആണ്. പക്ഷെ ആ സ്ട്രെങ്ത്തിന്റെ അകത്ത് തന്നെ അത് വീക്ക്നെസ് കാണിക്കാൻ തുടങ്ങി എന്നാണ് കാണിക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഡിസംബർ മാസം പൊതുവെ എസ്പെഷ്യലി ലാസ്റ്റ് 2 വീക്സിലെ വോളിയംസ് കുറവായിരിക്കും. അക്രോസ് വേൾഡ് ആൾക്കാർ ഫിനാൻഷ്യൽ മാർക്കറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരും അല്ലാത്തവരും ഒക്കെ ഏറ്റവും കൂടുതൽ ടൂർ ചെയ്യുന്ന വെക്കേഷൻ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് ശരിക്കും ഡിസംബർ ലാസ്റ്റ് 2 വീക്സ്. ഇന്ത്യക്ക് വെളിയിൽ ഒരുപാട് മിക്ക രാജ്യങ്ങളും Q4 അവരുടെ 1 ഇയർ ആനുവൽ തീരുവാണ് ശരിക്കും. അപ്പോൾ വോളിയംസ് എപ്പോഴും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ബജറ്റിന്റെ ഒരു മൂഡിലേക്ക് നമ്മൾ മാറും അല്ലെ. നമ്മളപ്പോൾ ഏത് സെക്ടർ കയറും ഏത് സെക്ടർ കയറില്ല എന്നൊക്കെയുള്ള കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മാസമാണ് ജാനുവരി ശരിക്കും. ഇപ്പൊ ബാങ്ക് സ്റ്റോക്സ് കയറിയേക്കാം, നമുക്കറിയില്ല. പക്ഷെ മണി മാർക്കറ്റിൽ ഇൻ ജനറൽ ഫണ്ട് വളരെ ഡ്രൈ ആയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഇൻട്രസ്റ്റ് കൂട്ടിയോടുകൂടി ആൾക്കാർക്ക് അല്ലെ വലിയ വലിയ കോടികൾ കടമെടുക്കുന്നവർക്ക് ബാങ്കിൽ വന്നേ മതിയാവുന്നുള്ള അവസ്ഥയിലേക്ക് കറന്റ് സാഹചര്യം ബാങ്ക്സിനെ സപ്പോർട്ട് ചെയ്യാനാണ് ഒരു രീതിയിൽ ശരി. എന്നാൽ തന്നെ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാം. നിഫ്റ്റിക്കൊപ്പം തന്നെ നിഫ്റ്റി പോകുമ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് പരിധിവരെ ഒരു പരിധി കൂടുതൽ കയറി പോകാൻ സാധിക്കത്തില്ല. നിഫ്റ്റി ഭയങ്കരമായിട്ട് കറക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കറക്ഷനിൽ പോകാനുള്ള സാധ്യത ദർ ഇസ് ഓൾവേസ് ദെയർ ആക്ച്വലി. പക്ഷെ നമുക്ക് കറന്റ് ട്രെൻഡ് വെച്ച് നമുക്ക് പറയാനായിട്ടില്ല. എന്നാലും പ്രോഫിറ്റ് ബുക്കിംഗ് നല്ലോണം നടന്നിട്ടുണ്ട് ലാസ്റ്റ് 2 ക്യാൻഡിൽസിൽ ശരിക്കും. ഈ ലെവലിൽ നിന്നൊക്കെ കയറിപ്പോവില്ല എന്നുള്ള വരുന്ന ദിവസങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഒരു ട്രെൻഡ് ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. സോ നാസ്ഡാക്ക് സ്റ്റേബിലൈസ് ആകാതെ നമ്മുടെ മാർക്കറ്റിൽ IT സ്റ്റേബിലൈസ് ആകുമെന്ന് വെച്ചാൽ പൊതുവെ Q3 ലീൻ ആണ്. IT സെക്ടറിന് Q3 ഇൻ ജനറൽ ലീൻ ആണ്. ഒരു പക്ഷേ ലീൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കാം ഇത്രയൊക്കെ ഒരു കറക്ഷൻ വന്നത്. മിഡ് ക്യാപ്സ് വന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. ലോവർ ലോയ്ക്കാണ് പോയത്. സോ നമ്മൾ EMA ഇട്ട് നോക്കിയാൽ ആ EMA 20 താഴെ ക്ലോസ് ചെയ്തു. ട്രെൻഡ് ഈസ് വീക്കനിങ് ശരിക്കും. ഫിനാൻഷ്യൽ സർവീസസ് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ട്രെൻഡ് വാസ് വീക്കലി ഗുഡ് ആക്ച്വലി. ലോവർ ഹൈ higher high, higher low. This is the issue here. നിങ്ങൾ ഇവിടെ നോക്കും, സെയിം ഹൈയിൽ ഹിറ്റ് ചെയ്തു, ഡോജി ക്യാൻഡിൽ ഹിറ്റ്. ഈ പാറ്റേൺ പറയപ്പെടാണ് ഈവനിങ് സ്റ്റാർ എന്ന് പറയും. ഇതിനെ പറയുന്ന പേരാണ് ഈവനിങ് സ്റ്റാർ. ഗ്രീൻ ക്യാൻഡിൽ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഒരു ഡോജി ക്യാൻഡിൽ, ഒരു സ്ട്രോങ് ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ. ഇതിനെ പറയുന്ന പേരാണ് എന്താ പറയേണ്ടത്? ഈവനിങ് സ്റ്റാർ. ഈവനിങ് സ്റ്റാർ ഡെവലപ്പ് ചെയ്തു, വീണ്ടും ഒരു ഡോജി ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു. അത് ആ ലോയുടെ തൊട്ട് താഴെ ക്രിയേറ്റ് ചെയ്തു. കുറേ ലോസ് ഇവിടെ ഡെവലപ്പ് ചെയ്തു. ആ ലോസിന്റെ താഴെയാണ് നേരെ വന്ന് വീണത് ശരിക്കും. സോ ട്രെൻഡ് ചേഞ്ച് നമ്മൾ ഓരോ ദിവസം അനലൈസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അത് നമ്മളെ വളരെയേറെ സപ്പോർട്ട് ചെയ്യും ശരിക്കും. നിഫ്റ്റി നമ്മൾ സംസാരിച്ചാണ്. നിഫ്റ്റി 200, 500 എല്ലാം സെയിം തന്നെ, വലിയ വ്യത്യാസമുണ്ട്. നിഫ്റ്റി ഓട്ടോ കഴിഞ്ഞ Q2 ഏറ്റവും കൂടുതൽ ട്രെൻഡ് ചെയ്ത സെക്ടറാണ് ഓട്ടോ സെക്ടർ. ഓട്ടോ സെക്ടറിന്റെ ഇഷ്യൂസ് എല്ലാം ഒരുപാട് മാറി എന്നൊക്കെ ന്യൂസ് ധാരാളം വരുന്നുണ്ട്. പക്ഷെ സെക്ടറിൽ എന്തോ ഡോമിനൻസ് കാണുന്നില്ല സത്യത്തിൽ. ഹൈ ഹിറ്റ് ചെയ്തു, ഹയർ ലോ ഹിറ്റ് ചെയ്തു, ലോവർ ഹൈ ഹിറ്റ് ചെയ്തു, വീണ്ടും ഹയർ ലോ ഹിറ്റ് ചെയ്തു, വീണ്ടും ലോവർ ഹൈ ഹിറ്റ് ചെയ്ത് ഹയർ ലോയുടെ താഴെ പോയിച്ചത് അല്ലെ. ഹയർ ലോയുടെ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്ട്രെച്ചർ ഇവിടെ വെച്ച് ഹാഫ് സ്ട്രെച്ചപ്പ് ഒക്കെ ആയിരുന്നു, ഇവിടെ വെച്ച് കംപ്ലീറ്റ് സ്ട്രെച്ചർ താഴെ. താങ്ക് യു സോ മച്ച്.